ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പ്രഭാവതിയെയും ഗോപിനാഥിനെയുമാണ് കാണിക്കുന്നത്. ഗോപിയേട്ടാ, നമ്മുടെ മുൻ വിശാലിനും നല്ലൊരു ജീവിതം വേണ്ടേ? അതിന് ഞാൻ തന്നെ മുൻകൈ എടുത്തിറങ്ങുകയാണ്. ഇനി എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണമല്ലോ. ഗോപിയേട്ടൻ എല്ലാവിധ സപ്പോർട്ടും കൂടി എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് പ്രഭാവതി പറയുമ്പോൾ മുഖം തിരിച്ചു കിടക്കുകയാണ് ഗോപിനാഥൻ. തുടർന്ന് പുച്ഛത്തോടെ ഗോപിനാഥനെ നോക്കിയിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവും ഗാർഗിയും കൂടി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നതാണ്. ഓരോരോ പാത്രങ്ങളും കൗതുകത്തോടെ എടുത്തു നോക്കുകയാണ് ഗാർഗി. തുടർന്ന് ഒരു പാത്രം കഴുകിയിട്ട് പാറു പറയുകയാണ്, കണ്ടില്ലേ, കരിയും ചാരവും ഉപയോഗിച്ച് തേച്ചപ്പോഴേ പാത്രങ്ങളെല്ലാം തിളങ്ങുന്നത് കണ്ടോ ഗാർഗി? ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അങ്ങനെയെങ്കിലേ എൻ്റെ അമ്മായിയമ്മയുടെ മനസ്സും ഇത്തിരി കരിയും ചാരവും ഇട്ട് തേച്ചൊന്ന് കഴുകണം. ആകെ പൊടിയും ക്ലാവും പിടിച്ച് കിടക്കുകയാണ്. ദേ ഗാർഗി, അമ്മ ഇതൊന്നും കേട്ടോണ്ട് വരണ്ട കേട്ടോ എന്ന് പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, കേട്ടാലും എനിക്കൊരു ചുക്കുമില്ല. ആദ്യം എൻ്റെ അമ്മായിയമ്മയുടെ, അതിനുശേഷം അങ്കിളിന്റെ, പിന്നെ എൻ്റെ ഭർത്താവിന്റെ. ജാസ്മിന്റെ മനസ്സ് വൃത്തിയാക്കാനായിരിക്കും ഏറ്റവും പാട്. ഈ ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, തൊണ്ടൊക്കെ ഉപയോഗിച്ച്. അതുപയോഗിച്ച് വൃത്തിയാക്കിയാലും അവളുടെ മനസ്സ് വൃത്തിയാകുമോ എന്ന് എനിക്ക് സംശയമാണ്. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, ദേ ഗാർഗി, അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് നല്ല ശീലമല്ല കേട്ടോ. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അവൾ എന്റെ അടുത്തുണ്ടെങ്കിലും ഞാൻ ഇത് തന്നെ പറയും, എനിക്ക് അവളെ പേടിയൊന്നുമില്ല. അതേസമയം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രാധിക വരികയാണ്. ആഹാ, ഇന്നിതാണോ പ്രഭാവതി പാർവതി ഏൽപ്പിച്ച ജോലി എന്ന് രാധിക ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, ആരും ഏൽപ്പിച്ചതൊന്നുമല്ല. ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ പാർവതിക്ക് ഒരേ നിർബന്ധം, ഇതൊക്കെ കഴുകി വെക്കണമെന്ന്. ഇത് കേൾക്കുന്ന രാധിക പറയുകയാണ്, ഇതൊക്കെ ഗായത്രി ചേച്ചി ഉള്ളപ്പോ ഉപയോഗിച്ച പാത്രങ്ങളാണ്. ഗായത്രി ചേച്ചി എന്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് നടന്നതാണെന്നറിയാമോ? പ്രഭാവതി വന്നതോടെ അടുക്കളയിൽ വൃത്തിയുമില്ല, അടുക്കും ചിട്ടയും ഒന്നുമില്ലാതായി. തുടർന്ന് പ്രഭാവതി ഗായത്രി ചേച്ചി ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും മാറ്റി പുതിയതെല്ലാം വാങ്ങി വെക്കുകയും ചെയ്തു. അതോടെ ഇതെല്ലാം ഔട്ട് ഹൗസിലുമായി. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രതാപം വരികയാണ്. മൂന്നുപേരും കൂടി ഇരുന്ന് എന്റെ ചേച്ചിയെ കുറ്റം പറയുവാണെന്ന് തോന്നുന്നല്ലോ. അല്ല, പ്രഭാവതി വന്നപ്പോ ആക്രികളുടെ കൂട്ടത്തിലിട്ട പാത്രങ്ങളാ ദേ പാർവതി തേച്ചു മിനിക്കപ്പോ കണ്ടില്ലേ തിളങ്ങുന്നത്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇതും അത് തന്നെയാണ്. ദേ അങ്കിളെ, അസ്ഥാനത്തുള്ള പഴഞ്ചൊല്ലുകളെ എന്ന് ഗാർഗി പറയുമ്പോൾ രാധിക പറയുകയാണ്, വിവരമില്ലാത്തവനാണെങ്കിലും അവനിപ്പോ സമ്മതിച്ചല്ലോ പാർവതി ഇവിടുത്തെ മരുമകളാണെന്ന്, അത് തന്നെ ധാരാളം. ആര്? ഞാൻ സമ്മതിച്ചെന്നോ? ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല. ആര്? ഇവളോ, ഇവിടുത്തെ മരുമകളോ? ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല മോനെ ദിനേശ. ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, ഇതെത്രയും പെട്ടെന്ന് തന്നെ ചേച്ചി അറിയിക്കണം. അത്രയും പറഞ്ഞ് തനിക്കൊരു കോള് വന്നതുപോലെ പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു. ഇത് കാണുന്ന രാധിക പറയുകയാണ്, പ്രതാപൻ ഇത് നേരെ ചെന്ന് പ്രഭാവതിയോടായിരിക്കും പറയുക. ഏത് നിമിഷം വേണമെങ്കിലും ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പ്രഭാവതി ഇങ്ങോട്ടേക്ക് വരാം. ഓ, വന്ന തന്നെ എന്താ ചെറിയമ്മേ, വന്നിട്ട് ഇവളെ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് പോകും, അത്ര തന്നെ. ഇത് കേൾക്കുന്ന രാധിക പറയുകയാണ്, കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി പുറത്തെന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടായിരുന്നു. ശത്രുക്കള് നിസ്സാരക്കാരല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നേരിടാൻ ഞാനും പാർവതിയും തയ്യാറാണ് ചെറിയമ്മയെന്ന് ഗാർഗി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും ഗോപിനാഥിനെയുമാണ്. പ്രഭാവതി പറയുകയാണ്, എനിക്കും വയസ്സായിക്കൊണ്ടിരിക്കുക ഗോപിയേട്ടാ. ഇനി എപ്പോഴാണ് ഞാനും ഗോപിയേട്ടനെ പോലെ വീഴുന്നതെന്നും പറയാനൊന്നും പറ്റില്ല. അതിനു മുമ്പ് എൻ്റെ രണ്ടു മക്കളെയും നല്ലൊരു രീതിയിൽ തന്നെ എനിക്ക് നിർത്തണം. എന്നിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ. കൊണ്ട് തന്നെ വിപിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. പക്ഷേ കല്യാണാലോചനയുമായി പെണ്ണുവീട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾ അവർ ചോദിക്കും വിപിന്റെ കയ്യിൽ എന്തുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്ത് പറയാനാ? അവൻ്റെതായി ഒന്നുമില്ലല്ലോ, അവനൊരു ജോലി പോലും ഇല്ലല്ലോ ഗോപിയേട്ടാ. അതേസമയം അങ്ങോട്ടേക്ക് പ്രതാപം വരികയാണ്. ചേച്ചി ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ പ്രതാപ, നീ കണ്ടില്ലേ, ഞാൻ ഗോപിയേട്ടനുമായിട്ട് ഒരു സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കുകയാണ്. ഓ, ഞാൻ കണ്ടില്ലായിരുന്നു ചേച്ചി. അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ അളിയൻ കേൾക്കുന്നുണ്ടോ എന്ന് ചേച്ചിക്ക് എന്താ ഉറപ്പ്? അളിയനെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാനൊരു താല്പര്യവുമില്ല. മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഇനി അവസാനത്തെ കിടപ്പാണോ എന്ന് ആർക്കറിയാമെന്ന് പ്രതാപം പറയുമ്പോ പ്രഭാവതി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ദേ പ്രതാപ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഗോപിയേട്ടാ, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഗോപിയേട്ടൻ എന്താണെങ്കിലും നന്നായിട്ടൊന്ന് ആലോചിക്കണം. അത്രയും പറഞ്ഞ് പ്രഭാവതി പ്രതാപന്റെ ഒപ്പം പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും ഗാർഗിയെയും രാധികയുമാണ്. പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന പാറു ആ പെട്ടിയെടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് രാധികയോട് പറയുകയാണ്, ചെറിയമ്മേ ഗാർഗി, ഇത് കണ്ടോ, എന്ത് ഭംഗിയാ ഈ പെട്ടി കാണാൻ. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അതെ, നല്ല ഭംഗിയുണ്ട്. എന്റെ അമ്മയമ്മയ്ക്ക് ഇതും ഇതിന്റെ കൂട്ടത്തിലിടാൻ എങ്ങനെ തോന്നിയോ ആവോ. തുടർന്ന് രാധിക ആ പെട്ടി വാങ്ങിയിട്ട് പറയുകയാണ്, എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, ഇത് ഗായത്രി ചേച്ചി വിശാലിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി വാങ്ങിവെച്ചതായിരുന്നു. പക്ഷേ ആ പാവത്തിന് അത് കൊടുക്കാൻ സാധിച്ചില്ല. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, ഒരമ്മ മകന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച സമ്മാനമാണോ ആക്രി സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നത്? അതിങ്ങ് തന്നേ ചെറിയമ്മ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലേക്ക് വാങ്ങിയിട്ട് പാറു പറയുകയാണ്, ഗായത്രിയമ്മ എന്ത് സ്നേഹത്തോടെയാകും തന്റെ മകന് കൊടുക്കാൻ വേണ്ടി ഇത് വാങ്ങിവെച്ചത്. ഇത് കിട്ടുമ്പോൾ വിശാൽ സാറിന് എന്ത് സന്തോഷമായിരിക്കും. ഞാനിത് വിശാൽ സാറിന് കൊണ്ട് കൊടുക്കാമെന്ന് പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ചെറിയമ്മ പറഞ്ഞത് നീ കേട്ടതല്ലേ,
വിശാൽ ബ്രോ കുട്ടിയായിരിക്കുമ്പോഴാ ഗായത്രി അമ്മ ഇത് വാങ്ങിയത്. ഈ പ്രായത്തിൽ ഇത് കിട്ടിയിട്ട് വിശാൽ ബ്രോ എന്ത് ചെയ്യാനാണെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അന്ന് ഗായത്രി അമ്മ ഇത് സമ്മാനമായി കൊടുത്തിരുന്നെങ്കിൽ വിശാൽ സാറ് ഇപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കില്ലായിരുന്നു. പക്ഷേ ഗാർഗി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പോൾ ഇത് കിട്ടിയിട്ട് വിശാൽ സാറിന് വലിയ കാര്യമൊന്നും കാണില്ല. പക്ഷേ മരിച്ചുപോയ തന്റെ അമ്മയുടെ അവസാനത്തെ സമ്മാനം എന്ന രീതിയിൽ വിശാൽ സാറ് ഇതെന്താണെങ്കിലും സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഇത് വിശാൽ സാറിന് കൊടുക്കാൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. ഗോപിയേട്ടൻ ഇനി ഈ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതാപ. എന്താണെങ്കിലും അതിനു മുമ്പ് വിപിന്റെയും വിനയുടെയും പേരിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണം. അത് ഞാൻ ചോദിക്കുകയായിരുന്നു ഗോപിയേട്ടനോട്. അന്നേരമാ നീ അങ്ങോട്ടേക്ക് കയറി വന്നത്. അല്ല, നീ എന്തോ കാര്യം പറയാൻ വന്നതല്ലേ, എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രതാപം പറയുകയാണ്, അതെ, 3 പേരും കൂടി അടുക്കളപ്പുറത്തിരുന്ന് ഗായത്രി ചേച്ചിയുടെ സാധനങ്ങൾക്കിടയിൽ എന്തൊക്കെയോ തപ്പുന്നുണ്ട്. ചേച്ചി ഒന്ന് പോയി നോക്കിക്കോ. അങ്ങനെ പ്രഭാവതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഗായത്രിയുടെ ആ പെട്ടി തുടയ്ക്കുന്ന പാറുവിനെയാണ്. അത് കണ്ട ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. അതിനുശേഷം പ്രഭാവതി എന്തൊക്കെയോ ആലോചിക്കുമ്പോൾ ഗാർഗി പെട്ടെന്ന് തന്നെ ആ പെട്ടിയെടുത്ത് മാറ്റി ഒളിപ്പിച്ചു വെക്കുന്നു. തുടർന്ന് പ്രഭാവതി പാറുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അതെവിടെ? എന്തോ അമ്മയെ ചോദിക്കുന്നതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ, ഞാനിപ്പോ കണ്ടതാണല്ലോ, അതെവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അമ്മ എന്തോ ഈ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പാറുവും പറയുന്നു. ഇനി എനിക്ക് തോന്നിയതാകുമോ? തോന്നിയതാണെങ്കിൽ അതെന്താണെങ്കിലും വിശാലിന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പേടിയോടെ നിൽക്കുകയാണ് പ്രഭാവതി. തുടർന്ന് പ്രഭാവതി അവിടെ നിന്ന് പോകുമ്പോൾ താൻ ഒളിപ്പിച്ചു വെച്ച ആ പെട്ടി പുറത്തേക്ക് എടുക്കുകയാണ് ഗാർഗി. അമ്മേ, തപ്പി നടന്ന സാധനം ഇതാണ്. ഗായത്രി അമ്മയുടെ ഒരു സാധനവും വിശാൽ ബ്രോയുടെ കയ്യിൽ എത്താൻ പാടില്ലെന്നേ അമ്മയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാകും അമ്മ ഈ പെട്ടി അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണെങ്കിലും ഇത് വിശാൽ ബ്രോയുടെ കയ്യിൽ തന്നെ എത്തണമെന്ന് ഗാർഗി പറയുമ്പോ അതേ എന്ന് പറയുകയാണ് പാറുവും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.